എല്ലാവരും റോൾ ചെയ്യാൻ തുടങ്ങി ഫ്രം ദ ടോപ്പ് ഓഫ് ദ പീക്ക്. ആൻഡ് പിന്നെ ഒരു റിഡ്ജാണ്, താഴെ പോയി കഴിഞ്ഞാൽ മേ ബി യു വിൽ നോട്ട് ഇവൻ ഫൈൻഡ് ബോഡി, അത്രയ്ക്കും റിസ്ക്കിയാണ്. മരണം ഉറപ്പാണ്. ഇഫ് യു ഫോൾ ഡെഫിനറ്റ്ലി യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോൾ ചെയ്ത് ഒരു ക്രെവസിലേക്ക് വരും. സോ എല്ലാവരും ബ്ലാക്ക് ഔട്ടായി. നല്ല സ്നോ ഉണ്ടായിരുന്നു ആ സീസണിൽ, നല്ല സ്നോ ഉണ്ടായിരുന്നു. സോ നല്ല സ്നോ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ പക്ഷെ എന്നാലും നമ്മൾ കയറുമ്പോൾ ചൂടും, ഒരു 2 മിനിറ്റ് നിന്നാൽ മതി, ഭയങ്കര തണുപ്പാവാൻ തുടങ്ങും. അല്ലെങ്കിൽ ഈ റബിൾസിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ബോൾഡേഴ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഷേക്കാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വിൻഡ് വന്ന് ബാക്കിൽ നിന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് ഇനിയും പോകും. അപ്പോൾ ഒന്ന് വീണാൽ മതി, കാരണം ഇറ്റ്സ് എ റിഡ്ജ്, നല്ല സ്റ്റീപ്പാണ്, പിന്നെ കല്ലൊക്കെ നല്ല ഷാർപ്പാണ്. അപ്പോൾ ഒന്ന് വീണാൽ മതി, ഇറ്റ് ക്യാൻ ബി ലൈഫ് ത്രെറ്റനിങ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു, ഓൾമോസ്റ്റ് -20 അബവ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 65 to 60. സോ ലാസ്റ്റ് 2 hours എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. സോ 60-65 എന്ന് പറഞ്ഞാൽ നമ്മളെ പുഷ് ചെയ്യും വിൻഡ്. നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിൻഡ് അവിടെ നിന്ന് വരുന്ന വെച്ചാൽ നമ്മൾ മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് പുഷസ് യു ബാക്ക് 2 steps. ആൻഡ് ഇത് 6000 എബവ് ആയിരുന്നു, 6400 feet ഉണ്ട് ഓൾമോസ്റ്റ്. സപ്പോർട്ട് ഈവൻ മൈ മാനേജേഴ്സ് ഇൻ മൈ കമ്പനി, അവരും അതെ. ലീവൊക്കെ, കാരണം ഇതിന് നിറയെ ലീവ് വേണമല്ലോ. സോ ലീവൊക്കെ അവർ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് തരും. അവർ ഒരു ഹെസിറ്റേഷൻ ഇല്ല, വർക്ക് ചെയ്തു കൊടുത്താൽ മതി. കമ്പനിയും വളരെ സപ്പോർട്ടീവാണ് അതിന്. ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും, അല്ലെങ്കിൽ ക്ലൈംബ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഇത് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു? സോ 2 എണ്ണം ഉണ്ട് ആക്ച്വലി. ഒന്നെന്ന് പറഞ്ഞാൽ പിൻപാർവതി എന്ന് പറഞ്ഞിട്ടൊരു പാസ് ഉണ്ട്. സോ അത് ഓൾമോസ്റ്റ് 10 to 12 days ആണ്. സോ പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൗണ്ടനിൽ നിന്ന് വേറൊരു മൗണ്ടനിലേക്ക് പോകുമ്പോൾ അതിനാണ് പാസ് എന്ന് വിളിക്കുക. അപ്പോൾ അത് എനിക്ക് മെമ്മറബിൾ ആണെന്ന് തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ സ്ഥലം. വെരി ബ്യൂട്ടിഫുൾ ട്രെക്ക്. അത് ടഫാണ്, ബിക്കോസ് എവറി ഡേ ഇസ് വെരി ലെങ്തി. പിന്നെ കുറച്ച് ടെക്നിക്കൽ സൈഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത്രയും ഭംഗിയുള്ളൊരു ട്രെക്ക് ഞാൻ ചെയ്തിട്ടില്ല, അത്ര ബ്യൂട്ടിഫുൾ ആണത്. ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി ഒന്നിനും മാച്ച്, ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് മാച്ചസ് വിത്ത് ദിസ്. അപ്പോൾ ആ ഒരു ഇതിൽ ആ ട്രെക്കിന് പോയതിന് ശേഷം എന്താ പറയുക, ഐ കുഡ് ഫീൽ ഒരു കൈൻഡ് ഓഫ് ബ്ലിസ് ആയി എക്സ്പീരിയൻസ് ആ ഒരു ട്രെക്ക് ചെയ്തപ്പോൾ. കാരണം ഒരു വല്ലാത്തൊരു മെൻ്റൽ പീസ്, കാരണം അതൊന്നും അത്ര എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏരിയ അല്ല. ഹാർഡ്ലി യു വിൽ സീ എനിവൺ ദെയർ. കീർഗംഗ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വരെ ടൂറിസ്റ്റ് പോകും, ഈ ഫോറിനേഴ്സ് എല്ലാവരും വരും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരും പോവില്ല. സോ ഈ ട്രെക്ക് ഫുൾ അത് കഴിഞ്ഞ് നമ്മൾ കീർഗംഗയിൽ നിന്ന് തുടങ്ങി സ്പിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റീച്ച് ആവും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, ആ ഒരു ബ്ലിസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു ട്രെക്കിന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത്രയും നല്ല രസമായിരുന്നു. സോ അതുകൊണ്ട് പിൻപാർവതി എന്ന് പറഞ്ഞൊരു ട്രെക്ക് എപ്പോഴും ഞാൻ ഓർത്തു വയ്ക്കുന്ന ഒരു ട്രെക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈയിടെ ചെയ്ത സ്പാങ്നാക്രി, അതായത് 2 weeks ബാക്ക് ഞാൻ ക്ലൈംബ് ചെയ്തു വന്നു. അത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. സോ അത് ഞാൻ എപ്പോഴും ലൈഫിൽ റിമെമ്പർ ചെയ്യുന്ന ഒരു ക്ലൈംബായിരിക്കും. കാരണം ഞങ്ങൾ ക്ലൈംബ് ചെയ്ത സമയത്ത് ഓൾമോസ്റ്റ് 60-65 km/h വിൻഡ്. സോ എവറസ്റ്റ് ഒക്കെ 40യുടെ മേലെ ആയി കഴിഞ്ഞാൽ അവർ ക്ലൈംബ് ചെയ്യാൻ സമ്മതിക്കില്ല. സോ 60-65 എന്ന് പറഞ്ഞാൽ നമ്മളെ പുഷ് ചെയ്യും വിൻഡ്. നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ നടക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വിൻഡ് അവിടെ നിന്ന് വരുന്ന വെച്ചാൽ നമ്മൾ മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് പുഷസ് യു ബാക്ക് 2 steps. ആൻഡ് ഇത് 6000 എബവ് ആയിരുന്നു, 6400 feet ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ 6000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രീത്തിങ് ഒക്കെ ഭയങ്കര കഷ്ടമാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ കുറയല്ലേ. സോ ഒരു സ്റ്റെപ്പ് വെക്കാൻ തന്നെ ഇറ്റ്സ് എൻ എഫേർട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വിൻഡ് നമ്മളെ പിന്നിലേക്ക് 2 steps പുഷ് ചെയ്യും, പിന്നെ നമ്മൾ മുമ്പിലേക്ക് പോകാൻ നോക്കും. ആൻഡ് ബാഗ് ഉണ്ട്, ബാഗിൻ്റെ വെയിറ്റ് ഉണ്ട് ഓൾമോസ്റ്റ് 6 to 7 kg. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ചാലഞ്ചായിരുന്നു ആ പീക്ക്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു, ഓൾമോസ്റ്റ് -20 അബവ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 65 to 60. സോ ലാസ്റ്റ് 2 hours എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. ആൻഡ് ദിസ് ടൈം ഐ ഹാഡ് പീരിയഡ്സ്. ഞാൻ ക്ലൈംബ് ചെയ്യുമ്പോൾ ഐ വാസ് ഓൺ മൈ പീരിയഡ്സ്. സോ വയറുവേദന അതിൻ്റെ കൂട്ടത്തിൽ, ആൻഡ് ഓൾ ദോസ് ഡിസ്കംഫർട്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ വിൻഡും, ആൻഡ് എല്ലാവരും നല്ല ടയർഡായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഗിവ് അപ്പ് ചെയ്യണം. കാരണം ആ വിൻഡിൽ നമുക്കൊക്കെ നമ്മുടെ സെൻസസ് പോവും. ആ ഒരു കാരണം നമ്മൾ ക്ലൈംബ് ചെയ്യാണ്, ഓക്സിജൻ കുറവാണ്, പിന്നെ ആ വിൻഡ് മുഖത്തേക്ക് അടിക്കുക, നമ്മൾ ഡബിൾ എഫേർട്സ് ഇടണം. സാധാരണ ഇടുന്നതിൻ്റെ എഫേർട്ടിൻ്റെ ഡബിൾ എഫേർട്ട് ഇടണം. അപ്പോൾ ബോഡി ഭയങ്കര ഡ്രെയിനായി, സ്ട്രെസ്സ്, തലവേദന തുടങ്ങും. ഈ വിൻഡ് ഭയങ്കരമായിട്ട് മുഖത്തേക്ക് അടിക്കുമ്പോൾ നമുക്ക് തലവേദന തുടങ്ങുമല്ലോ നാച്ചുറലി. സോ വല്ലാത്ത തലവേദന എല്ലാം കൂടി. പക്ഷേ ഞാൻ എന്തോ മാറി. ഐ വാസ് നോട്ട് മൈസെൽഫ് ഫോർ ദാറ്റ് 2 hours. എന്തോ എനിക്ക് ഫീലിങ്സ് ഇല്ല, ഇമോഷൻസ് ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരുന്നു ആ ലാസ്റ്റ് 2 hours. പക്ഷേ വി കെപ്റ്റ് പുഷിങ്. ആ സമയത്തൊക്കെ എൻ്റെ ഗൈഡ് വാസ് ലൈക്ക് നെക്സ്റ്റ് ടു മീ ആൻഡ് ഹീസ് ലൈക്ക് സ്മൈലിങ്. എന്നിട്ട്
യു ക്യാൻ ക്ലൈം, ഗോ ഹെഡ്, ഇറ്റ്സ് ജസ്റ്റ് ഫ്യൂ മീറ്റേഴ്സ് അവേ, ഇറ്റ്സ് ജസ്റ്റ് ഫ്യൂ മീറ്റേഴ്സ് അവേ എന്ന് പറഞ്ഞ് പുഷ് ചെയ്യുന്നു. പക്ഷേ ഏത് മിനിറ്റ് ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്യണമെന്നുള്ള ഒരു ഇതിലായിരുന്നു. കാരണം ഭയങ്കര സ്റ്റീപ്പാണ്. സോ നമ്മളെ വിൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. റോപ്പ് ഉണ്ട്, എന്നാലും ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ എല്ലാവരും വീഴും, എല്ലാവരും റിസ്ക്കിലാണ്. സോ അങ്ങനത്തെ ഒരുപാട് റിസ്ക്കും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. പിന്നെ താഴെ ഇറങ്ങുമ്പോഴും അതേ സമയത്ത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങുന്ന സമയത്ത് ഫുൾ റബിൾസ് ആണ്. റബിൾസ് പറഞ്ഞാൽ വലിയ ഉരുളൻ കല്ലുമാതിരി അതുണ്ട്. അപ്പോൾ അത് ഈ ഇട്ടിരിക്കുന്ന സാധാരണ ഷൂ അല്ല ഞങ്ങൾ ഇട്ടിരിക്കുന്നത്, ഈ പറഞ്ഞ ക്ലൈംബിംഗ് ബൂട്ട്സ് ആയി. സോ ഈ ക്ലൈംബിംഗ് ബൂട്ട്സിൻ്റെ വെയിറ്റ് ആണ് ഒരു ഷൂ 2.5 kg അടുത്തുണ്ടാവും. ആൻഡ് എക്സോസ്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി ബാലൻസ് ഓട്ടോമാറ്റിക്കലി പോകും. നമുക്ക് സാധാരണ ഉള്ളൊരു ബാലൻസ് എക്സോസ്റ്റഡ് ആകുമ്പോൾ ഉണ്ടാവില്ല. സോ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബോഡി ഭയങ്കരമായിട്ട് ഷെയ്ക്കാവും. അല്ലെങ്കിൽ ഈ റബിൾസിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ബോൾഡേഴ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഷെയ്ക്കാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വിൻഡ് വന്ന് ബാക്കിൽ നിന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് ഇനിയും പോകും. അപ്പോൾ ഒന്ന് വീണാൽ മതി, കാരണം ഇറ്റ്സ് എ റിഡ്ജ്, നല്ല സ്റ്റീപ്പാണ്, പിന്നെ കല്ലൊക്കെ നല്ല ഷാർപ്പാണ്. അപ്പോൾ ഒന്ന് വീണാൽ മതി, ഇറ്റ് ക്യാൻ ബി ലൈഫ് ത്രെറ്റനിങ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സോ അത് എന്താ പറയുക, വളരെ വളരെ പേടിച്ചു ഈ ട്രെക്കിൽ എന്തെങ്കിലും പറ്റുമോ. കാരണം എൻ്റെ ഹസ്ബൻഡും ഫസ്റ്റ് ടൈമാണ്. സോ വിൻഡാണെങ്കിൽ നിൽക്കുന്നില്ല, അടിച്ചുകൊണ്ടിരിക്കുക വിൻഡ്. 60-65 തന്നെയാണ് വിൻഡ് നിൽക്കുന്നത്. അതിൻ്റെ തണുപ്പാണെങ്കിൽ കൂടി വരിക, പിന്നെ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്. സോ ഞങ്ങളുടെ കയ്യിൽ വെള്ളവും തീർന്നു. ഓൾമോസ്റ്റ് 2 ലിറ്റർ വെള്ളമാണ് ഞങ്ങൾ ക്യാരി ചെയ്യുക. പക്ഷേ ഈ കുടിച്ചിട്ട് അത് ഫുൾ തീരാറായി, 2 പേരിലും വെള്ളവും തീരാറായി. പിന്നെ അപ്പോൾ വിശക്കാനും തുടങ്ങി. കാരണം ഓരോ സമ്മിറ്റ് ഇസ് ഫോർ, ഞങ്ങൾ രാവിലെ ഒരു 2 മണിക്ക് സമ്മിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 8 മണി 7 മണിയുടെ അടുത്താണ് എത്തുക. സോ ഓൾമോസ്റ്റ് 13-14 hours ആ സമ്മിറ്റ് ഉണ്ട്, നടന്നുകൊണ്ട് അല്ലെങ്കിൽ കയറിക്കൊണ്ടിരിക്കുക. സോ നല്ല എക്സോസ്റ്റഡ് ആയിരുന്നു. സോ ആ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ളൊരു, ബിക്കോസ് ഓഫ് വെദർ, ഇത്രയും ബ്രൂട്ടലായിട്ടൊരു ക്ലൈംബ് ഞാൻ ഈയിടെ ഒന്നും കയറിയിട്ടില്ല. സോ ദീസ് 2 ട്രെക്ക് ആയിരിക്കും ഞാൻ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്, ദീസ് 2 ക്ലൈംബ്സ്. ഞാൻ വേറൊരു വെരി ബേസിക് ആയിട്ടുള്ള ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ഈ ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു മൗണ്ടെയിൻ കയറുന്ന സമയത്ത് നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എങ്ങനെയാ, മീൻസ് എന്തൊക്കെയായിരിക്കും, അത് എങ്ങനെയായിരിക്കും കൊണ്ടുപോകും? ഇപ്പൊ പറഞ്ഞ പോലെ ഷൂസ് തന്നെ ഇത്രയും വെയിറ്റ് വരുന്ന ഷൂസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഈ പറഞ്ഞ ക്ലൈമറ്റിനെ, നമ്മൾക്ക് ടോട്ടലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിനെ നമ്മൾ ചെറുത്ത് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്സപ്പ് ചെയ്യണം. അപ്പൊ ഇതിനെല്ലാം കൂടെ ഭയങ്കര വെയിറ്റ് ആയിരിക്കില്ലേ? അത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? എന്തൊക്കെയാ കൊണ്ടുപോകുന്നത്? ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കാനോ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വന്ന് വെള്ളം റീഫിൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഫ്രം ഹെഡ് ടു ടോ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വൂളൻ ക്യാപ്സ് വേണം, പിന്നെ ഒരു ഫ്ലീസ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് വരും അത്, പിന്നെ ഒരു സാധാരണ സൺ ക്യാപ്പ് ഉണ്ടാവും, നമ്മൾ ഓടുമ്പോഴൊക്കെ ഇടുന്ന സാധാരണ ഒരു സൺ ക്യാപ്പ് അതുണ്ട്. പിന്നെ തെർമൽസ്, ഫ്ലീസ്, അതുപോലെ അപ്പർ ബോഡിക്ക് ഫ്ലീസ് ജാക്കറ്റ്, പിന്നെ പഫർ ജാക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഡൗൺ ജാക്കറ്റ് എന്ന് പറയും. പിന്നെ തെർമൽസ്, അതായത് നമ്മൾ സാധാരണ തെർമൽസ് ഇടില്ലേ വിൻ്റർ സീസണിൽ, അത്. പിന്നെ ഒരു ബേസിക് ടീഷർട്ട്, പിന്നെ വിൻഡ് ചീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ജാക്കറ്റ് ഉണ്ട്, അതായത് വിൻഡ് വരുമ്പോൾ നമ്മൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓൾമോസ്റ്റ് ഒരു പ്രോപ്പർ വിൻ്ററിൽ, അല്ലെങ്കിൽ വെൻ ടെമ്പറേച്ചർ ഇസ് വെരി ലോ, ഒരു പ്രോപ്പർ എക്സ്പെഡീഷൻ ഐ തിങ്ക് 4-5 layers ഓഫ് ക്ലോത്തിങ് ഇടണം. പിന്നെ അതേപോലെ തന്നെ താഴെയും ഒരു പാൻറ്റ്, തെർമൽ പാൻറ്റ്, പിന്നെ ഒരു നോർമൽ ട്രെക്കിംഗ് പാൻറ്റ്, പിന്നെ അതിൻ്റെ മേലെ ഒരു ഡൗൺ പാൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഈ ജാക്കറ്റ് മാതിരി തന്നെ. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അതിൻ്റെ മേലെ ഒരു വിൻഡ് ചീറ്റർ ഇടണം. സോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു സ്യൂട്ട് ഉണ്ടാവും, ഡൗൺ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഡൗൺ സ്യൂട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വാം, ലൈക്ക് ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അപ് ടു -35 ഓഫ് ടെമ്പറേച്ചർ അങ്ങനെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തെർമൽസ് ഇടണം. സോ അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ്. സോ വെയിറ്റ്, യെസ്, നല്ല വെയിറ്റ് ആണ് വെൻ ഇറ്റ് കംസ് ടു ക്ലോത്തിങ്. പിന്നെ ഗ്ലൗസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലീസ് ഇടണം, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സമ്മിറ്റ് ഗ്ലൗസ് എന്ന് പറയും, വളരെ കട്ടിയുള്ളത്. സോ അത് ഇടേണ്ടി വരും. സോ അത്, പിന്നെ അതേപോലെ തന്നെ ഷൂസിൻ്റെ അകത്ത് നമ്മളൊരു വോളൻ സോക്സ് ഇടണം, പിന്നെ മേ ബി ഒരു സാധാരണ സോക്സ് ഇടും, അതിൻ്റെ ഉള്ളിലൊരു ലൈനർ ഉണ്ടാവും. പിന്നെ ക്രാംപോൺസ് പറയും, ക്രാംപോൺസ് ഈ ഷൂവിൻ്റെ താഴെ ഇടുന്നത്, അത് ഈ ഹാർഡ് ഐസ് ഉണ്ടാകുമ്പോൾ വി ഹാവ് ടു വെയർ ഇറ്റ്. കാരണം ഫ്രണ്ട് ഫുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതായത് ഐസിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിക്കാണ്, നമ്മൾ ഫുൾ കാലിങ്ങനെ വെക്കില്ല, ഈ പോയിന്റ് ചെയ്ത് ഇങ്ങനെ കയറിപ്പോവുക. സോ ഇതെല്ലാം കൂടി നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കുറച്ച് കെയർഫുള്ളായി പാക്ക് ചെയ്യണം. ബിക്കോസ് ചിലവരെന്താ വെച്ചാൽ കുറേ തുണികൾ എടുത്തിട്ട് പോകും. സോ നമ്മളത് കെയർഫുള്ളി പ്ലാൻ ചെയ്യണം. എത്ര ദിവസത്തെ ട്രെക്കിന് എത്ര ക്ലോത്ത്സ് മാറ്റി വരേണ്ടി വരും, എത്ര എക്സ്ട്രാ വെക്കേണ്ടി വരും. ഇഫ് ഇറ്റ്സ് ലൈക്ക് ആൻ എക്സ്പെഡീഷൻ, ഒരു വലിയ എക്സ്പെഡീഷൻ ലൈക്ക് 20-25 days ആണെങ്കിൽ യു ഹാവ് ടു ക്യാരി എക്സ്ട്രാ പെയർ ഓഫ് തെർമൽ. നോർമലി 1 pair ഓഫ് തെർമൽസ് കൊണ്ടുപോകും, കാരണം എല്ലാ ദിവസവും ഒന്നും ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല. ബട്ട് ഒരു 20-25 day ഓഫ് എക്സ്പെഡീഷൻ ആണെങ്കിൽ മേ ബി യു ക്യാരി ലൈക്ക് 6 t-shirts, 6 pant, 2 pair ഓഫ് തെർമൽസ്, പിന്നെ ഡൗൺ ജാക്കറ്റ്, ഒന്ന് സാധാരണ ഒരു അത്രയും മേ ബി -10 ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ഡൗൺ ജാക്കറ്റ്. പിന്നെ സമ്മിറ്റ് ജാക്കറ്റ് എന്ന് പറയുന്നത്, അത് -25, -30 അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ
അപ്പോൾ അത് നമ്മളുടെ ട്രെക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ സാധാരണ ഒരു സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ ഫോളിൽ പോകുന്ന സാധാരണ ഒരു ട്രെക്ക്, അപ്പോൾ അതിന് മേ ബി വിൽ നോട്ട് ഹാവ് ടു ക്യാരി ടു മെനി ജാക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്, കാരണം അത്ര തണുപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഇഫ് യു ആർ ഡൂയിങ് എ വിന്റർ ക്ലൈം ഓർ ഇഫ് യു ആർ ഗോയിങ് അബവ് 6,000 ലൈക്ക് 7,000 എക്സ്പെഡീഷൻ ഒക്കെ ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. വെൻ യു ഹൈറ്റ് കൂടുമ്പോൾ തണുപ്പ് കൂടും, ചൂടും കൂടും. ബിക്കോസ് അതിന് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു വെയർ ഓൾ ദിസ് ആൻഡ് ക്ലൈം. ഡേ ടൈമിൽ നല്ല ചൂടായിരിക്കും. സോ ആ ചൂടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഓവർ ക്ലോത്തും അല്ലാതിരിക്കണം. ഇപ്പോൾ ഒരുപാട് ലെയർ ഇട്ടിട്ട് കയറുമ്പോൾ നമ്മുടെ ബോഡി ഓൾറെഡി ഭയങ്കര ഹീറ്റ് ആവും. അപ്പോൾ അതിൻ്റെ കൂടെ ഭയങ്കര സൺ ഉണ്ടാവും, കാരണം ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ സണ്ണ് UV റേസ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ സണ്ണ് ഭയങ്കര ഹാർഷായിരിക്കും. സോ ആ ഒരു എന്താ പറയുക, ആ ഒരു സമയത്ത് നമ്മൾ ഓവറായിട്ട് ക്ലോത്തിങ് ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പോൾ ഞങ്ങൾക്ക് 2 ബാഗ് ഉണ്ടാവും, ഡഫൽ ബാഗ് എന്ന് പറഞ്ഞിട്ടും ഡേ പാക്ക് എന്ന് പറഞ്ഞിട്ടും. ഈ ഡഫൽ ബാഗിലാണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും വെക്കുക. പിന്നെ ഡേ പാക്ക് എന്ന് പറയുമ്പോൾ ആ കയറുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം. ഇപ്പോൾ ഞാൻ ഡേ ടൈമിലാണ് കയറുന്നതെങ്കിൽ ഞാനൊരു ബേസിക് ടീഷർട്ട് ഉണ്ടാവും, ഒരു വിൻഡ് ചീറ്റർ ഉണ്ടാവും. അത് നമ്മുടെ ബോഡി അനുസരിച്ചിരിക്കും. ചിലർ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും, ചിലർ അത്ര സ്വെറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ നിൽക്കുമ്പോൾ വിൻഡ് അടിക്കുമ്പോൾ തണുപ്പും കൂടുതൽ തുടങ്ങും, കാരണം ബോഡി ക്ലോത്ത്സ് വെറ്റായിരിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അധികം സ്വെറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് മേ ബി ദേ വിൽ നോട്ട് ഹാവ് ദാറ്റ് ഇഷ്യൂ. പക്ഷെ എന്നാലും നമ്മൾ കയറുമ്പോൾ ചൂടും ഒരു 2 മിനിറ്റ് നിന്നാൽ മതി, ഭയങ്കര തണുപ്പാവാൻ തുടങ്ങും. സോ നമ്മൾ അപ്പോൾ ഞങ്ങൾ എന്താ നോർമലി ചെയ്യാന്ന് വെച്ചാൽ ഒരു ടീഷർട്ട് ഉണ്ടാവും, പിന്നെ ഒരു വിൻഡ് ഷീറ്റർ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡൗൺ ജാക്കറ്റ്. ഈ തെർമൽസ് എന്ന് പറഞ്ഞ സാധനം, ഫ്ലീസ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ യൂഷ്വലി ഇടാറില്ല ക്ലൈംബ് ചെയ്യുന്ന സമയത്ത്, ബിക്കോസ് ബോഡി ബിക്കംസ് വെരി ഹീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ടയർഡാവും, നമുക്ക് കയറാൻ പറ്റില്ല ചൂടത്ത്. സോ അപ്പോൾ കുറച്ച് മൈൻഡ്ഫുൾ ആയിരിക്കണം. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ ഒരാൾക്ക് ഡിസൈഡ് ചെയ്യാം അവരുടെ കംഫർട്ട് എന്താ, പക്ഷെ ഓൾവേസ് മൈൻഡ്ഫുൾ പാക്കിംഗ് ആയിരിക്കണം, ബിക്കോസ് എത്ര വെയിറ്റ് കൂടുന്നോ അത്രയും ഡിഫിക്കൽട്ട് ആവും ക്ലൈംബ്. പിന്നെ ഫുഡ് നമ്മൾ ക്യാരി ചെയ്യണം. ലൈക്ക് ഈ പാക്ഡ് ലഞ്ച് തരും, പക്ഷെ അതും ഹെവി ആയിരിക്കില്ല, കാരണം ഭയങ്കര ഹെവി സ്റ്റമക്ക് വെച്ച് നമുക്ക് കയറാൻ പറ്റില്ല. സോ ഇറ്റ് ക്യാൻ ബി എ ബോയിൽഡ് എഗ്, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച്, പിന്നെ ജ്യൂസ്, എന്തെങ്കിലും ടെട്രാ പാക്കിൽ ജ്യൂസ് ഉണ്ടാവും, പിന്നെ സം ഡ്രൈ ഫ്രൂട്ട്സ്. ചിലപ്പോൾ സംടൈംസ് നമുക്ക് അതൊന്നും കഴിക്കാൻ തോന്നില്ല, കാരണം തണുപ്പത്തെല്ലാം ഫ്രീസ് ആയിട്ടുണ്ടാവും. ഈ മുട്ടയൊക്കെ ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുന്നുണ്ടാവും, അപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല. സോ ആ ടൈമിലൊക്കെ മോസ്റ്റ്ലി ഈ ഇലക്ട്രോലൈറ്റിട്ടുള്ള വെള്ളം കുടിക്കുക, ബിക്കോസ് ഡീഹൈഡ്രേറ്റ് ആവാൻ പാടില്ലല്ലോ അത്. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എനർജി ബാർസ് ഉണ്ടാവും, ചോക്ലേറ്റ്, സ്നിക്കേഴ്സ് മാതിരി. സോ ഇതൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ഫുഡ് കയറാൻ പോകുമ്പോൾ. അധികമൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്യാമ്പിൽ ചെല്ലുമ്പോഴായിരിക്കും ഈ ഡഫൽ ബാഗിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും, ലൈക്ക് ഞങ്ങളുടെ ഗിയേഴ്സ്, പിന്നെ ഷൂസ്. ഇപ്പോൾ ഞങ്ങൾ ക്ലൈംബിംഗ് ബൂട്ട്സ് ഇട്ട് കയറുന്നെങ്കിൽ ഷൂസ് ഡഫൽ ബാഗിൽ വെച്ചിട്ട് ആ ഡഫൽ ബാഗ് ഷെയർപാസ് അല്ലെങ്കിൽ പോണീസ് ആരെങ്കിലും എടുത്തുകൊണ്ടിരും. പിന്നെ ചില സമയത്ത് മേലേക്ക് ഈ ഹോഴ്സസിന് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ നോർമലി അവരാണ് ഞങ്ങളുടെ ലഗേജ് എടുത്തുകൊണ്ടിരിക്കുക. അത് കയറാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ലോഡ് ഫെറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങൾ ഒരു ക്യാമ്പിൽ നിന്ന് വേറെ ക്യാമ്പിലേക്ക് 1000 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ 500 മീറ്റർ വരെ ചെന്നിട്ട് അടുത്ത ക്യാമ്പിലേക്ക് വേണ്ടതിൻ്റെ പകുതി സാധനങ്ങൾ ഓഫ് ലോഡ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഹൈറ്റ് ഗെയിനും കിട്ടാൻ, കാരണം അക്ലമറ്റൈസ് ആവണല്ലോ, പെട്ടെന്ന് നമ്മൾ കയറാൻ പാടില്ല, സ്ലോലിയാണ് കയറി പോകേണ്ടത്. സോ ഇന്നിപ്പോൾ ഞാൻ 4500 നാളെ 5000, അറ്റ്ലീസ്റ്റ് ഞാൻ 5000 ടച്ച് ചെയ്ത് 4500 വന്ന് കിടക്കണം, അങ്ങനെ. സോ കുറച്ച് ഹൈറ്റ് ടച്ച് ചെയ്ത് താഴെ വന്ന് കിടക്കണം. സോ ഞങ്ങൾ അപ്പോൾ വെയിറ്റ് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി കയറ്റാൻ പറ്റില്ല. സോ ഈ 4500ലേക്ക് പോകുന്ന 5000ലേക്ക് പോകുമ്പോൾ പകുതി വെയിറ്റ് 5000 ഇട്ടിട്ട് ഞങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് തിരിച്ചു വരും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ 5000 അല്ലെങ്കിൽ 5500 പോവുകയാണെങ്കിൽ ഫുൾ ആ 5000 എന്നുള്ള വെയിറ്റും ബാഗിലെടുത്തിട്ട് ഞങ്ങൾ പോകും. അതിനാണ് ലോഡ് ഫെറി എന്ന് പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഡംപ് ചെയ്യും. എന്നിട്ട് മേ ബി അഗെയിൻ വീൽ കം ബാക്ക്, ബിക്കോസ് അക്ലമറ്റൈസ് ആയില്ലെങ്കിൽ പിന്നെയും ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെയും കയറണം. സോ അതുകൊണ്ടാണ് ഈ 7000 മീറ്റർ അല്ലെങ്കിൽ 8000 മീറ്റർ പീക്സ് ഒക്കെ ഇത്രയും ലെങ്തി, ബിക്കോസ് നമുക്ക് ഓടിപ്പോയി കയറാൻ പറ്റില്ല. വി ഹാവ് ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെരി സ്ലോലി ഹൈറ്റ് ഗെയിൻ ചെയ്ത് പോകണം. സോ അപ്പോൾ ഈ ലഗേജ് എന്ന് പറയുന്ന സാധനം പകുതി ഡംപ് ചെയ്യും, പിന്നെ പകുതി ബേസ് ക്യാമ്പിലേക്കും, പിന്നെയും ഞങ്ങൾ മേലെ പോവും. അപ്പോൾ അവിടുന്ന് പിന്നെയും പകുതി അങ്ങോട്ട് കൊണ്ടുപോകും. സോ അങ്ങനെ ഒരുമിച്ചെടുക്കില്ല, ഈ ലോഡ് ഫെറി ചെയ്യും. പിന്നെ പകുതി ലഗേജ് കുറച്ച് ദൂരം കൊണ്ടുപോവുക, അങ്ങനെയാണ് ചെയ്യും. ഈ ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? നമ്മളിപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് കരുതുക, പക്ഷെ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പം ഇപ്പൊ പറഞ്ഞ ഈ ലോഡ് ഫെറി റൈറ്റ്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് തന്നെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് അറിഞ്ഞത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് അതിന്റെ പ്രോസസ്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സ്റ്റെപ്സ്. സോ നമ്മൾ കുറെ വായിക്കും. ഞാനിപ്പോൾ ഞാൻ എങ്ങനെ ഒരു ട്രെക്കിന് പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആ ട്രെക്കിനെ പറ്റി ബ്ലോഗ്സ് ഉണ്ടാവും കുറെ. ലൈക്ക് ഇഫ് യു സെർച്ച് ഇൻ ഗൂഗിൾ യു വിൽ ഫീൽ ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ് അബൌട്ട് ദാറ്റ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ഐറ്റിനറി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് ഡേ എന്ത് ചെയ്യും, സെക്കൻഡ് ഡേ എന്ത് ചെയ്യും, പിന്നെ വീഡിയോസ് കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്താണ്. സോ ഫസ്റ്റ് ടൈം ഞാൻ ഇത് പറഞ്ഞ മാതിരി ഞാൻ സ്റ്റോക്കാംഗ്രിയാണ് എൻ്റെ ഫസ്റ്റ് ക്ലൈം. അപ്പോൾ അതിൽ ഈ ലോഡ് ഫെറി ഒക്കെ ഉണ്ട്, അതിന് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല.
സോ അതിൽ എനിക്ക് ആദ്യം നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ, എന്താ പാക്ക് ചെയ്യണ്ടേ, ഓവർ പാക്ഡ് ആവുമോ, എന്താ കൊണ്ടുപോകണ്ടേ, ഒന്നും അറിയില്ല. സോ നമ്മൾ ഗൈഡിനോട് ചോദിക്കും, എക്സ്പീരിയൻസ്ഡ് ആൾക്കാരോട് ചോദിക്കും. ചിലപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ ഗിയർ ഒക്കെ നോക്കും, ബാഗിൽ എന്താ പാക്ക് ചെയ്തേക്കണം, ഓവർ വെയിറ്റ് ആണെങ്കിൽ അവർ ഇപ്പം ഞാൻ വേണ്ടാതെ ഇപ്പോൾ 2 പെയർ ഗ്ലൗസ് മതി, ഞാൻ ഐ വുഡ് ഹാവ് പാക്ഡ് 3, ഒരു എക്സ്ട്രാ ഇരിക്കട്ടെ വെച്ചിട്ട്. അപ്പോൾ അവർ പറയും ഇതിൻ്റെ ആവശ്യമില്ല, കീപ് 1 ബേസ് ക്യാമ്പിൽ ഇട്ടിട്ട് വരാൻ പറയും. സോ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ പഠിച്ച് വരും. മെന്റർ ഞാൻ സോ വെൻ ഐ വാസ് ഡൂയിങ് ഓൾ ദി സ്മോൾ ക്ലൈംസ്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസ് പറഞ്ഞിട്ട് ടീം കണ്ടു. സോ ബൂട്ട്സ് ആൻഡ് ക്രാംപോൺസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ദേ ഡു ലോട്ട് ഓഫ് ടഫ് പീക്സ്. ആൻഡ് ഈ ഒരു ബിഗിനേഴ്സിന് ഇപ്പം എൻ്റെ മാതിരി ആ ഒരു സമയത്ത് ഇപ്പോൾ 2016 ഐ വാസ് എ ബിഗിനർ. അപ്പോൾ എൻ്റെ മാതിരി ഒരു ബിഗിനറിന് അവർ ഒരുപാട് പഠിപ്പിച്ചു തരും. ലൈക്ക് അവരുടെ അഡ്വർടൈസ്മെന്റ് ഞാൻ വെറുതെ കോൺടാക്ട് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ദ ഫൗണ്ടർ ഓഫ് ദാറ്റ് കമ്പനി ഈസ് ഓൾസോ ഫ്രം സൗത്ത്. അവരുടെ പേര് ഭരത് എന്നാണ്, ഞാൻ പറഞ്ഞ മതി. സോ ഭരത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ലൈക്ക് ഭരത്തിന് അറിയാം എൻ്റെ അടുത്ത് ഏതൊക്കെ പീക്ക് കയറി ചോദിച്ചു. സോ അതിനു മുമ്പ് ഞാൻ കുറച്ച് 6000 മീറ്റർ പീക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭരത്തിനോട് പറഞ്ഞപ്പോൾ ഭരത് പറഞ്ഞു, യു ആർ വെരി മച്ച് റെഡി ഫോർ ഡൂയിങ് ദി കുറച്ചുകൂടി ഹൈ ആയിട്ടുള്ള പീക്സ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ പ്രോസസ്സൊക്കെ എനിക്ക് ഭരത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇങ്ങനെയാണ്, ഈ ക്യാമ്പിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം, ഈ ക്യാമ്പിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ ക്യാമ്പിൽ പോകുമ്പോൾ കുറേ ട്രെയിനിങ് തരും അവർ. ഇപ്പോൾ ഒരു ഡേ ഉണ്ടാവും, ലൈക്ക് ദർ ക്യാൻ ബി 1 or 2 days ജസ്റ്റ് ഫോർ ട്രെയിനിങ്. അപ്പോൾ അവർ നമ്മളെ ഒരുപാട് ട്രെയിൻ ചെയ്യും. അവർ നമ്മൾ പറഞ്ഞു തരും, നാളെ നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്, സോ നിങ്ങൾ എന്തൊക്കെ ക്യാരി ചെയ്യണം, എന്തൊക്കെ ക്യാരി ചെയ്യാൻ പാടില്ല, നാളെ നമ്മളിത്, അങ്ങനെ നമുക്ക് പറഞ്ഞു തരും അവരെല്ലാം. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു 4-5 പീക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ നമുക്ക് അവർ പറയുമ്പോഴും നമുക്കറിയാം വാട്ട് വി ഷുഡ് ക്യാരി, വാട്ട് വി ഷുഡ്, എന്താണ് വാട്ട് ടു എക്സ്പെക്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് 2-3 മീറ്റർ, ഒരു 2-3 പീക്സ് കഴിഞ്ഞാൽ ശരിയാവും, നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ ഇവർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ആൽപൈൻ സ്റ്റൈൽ ക്ലൈംബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോവാണ്, ആരുമില്ല നമ്മളുടെ കൂടെ. ടെൻറ്റും ഫുഡൊക്കെ നമ്മൾ ക്യാരി ചെയ്തു പോകും. ഞാനൊരു ആൽപൈനിസ്റ്റ് അല്ല, ഞാൻ ഇവരുടെ കൂടെ പോകും. സോ അവരെല്ലാം പറഞ്ഞു തരും, എല്ലാം ഹെൽപ്പ് ചെയ്യും, പിന്നെ ട്രെയിനിങ് തരും. നമ്മളിപ്പോൾ എത്ര ട്രെയിൻഡ് ആണെങ്കിലും ബിഫോർ ക്ലൈംബ് ഇവരുടെ കൂടെ പോകുമ്പോൾ, ലൈക്ക് വെൻ യു ഗോ വിത്ത് എ ടീം, അവരുടെ ഗൈഡ്സും ടെക്നിക്കൽ മെൻറ്റേഴ്സും നമുക്കൊരു ട്രെയിനിങ് തരും. ലൈക്ക് ദർ വിൽ ബി 1 day ഓഫ് ട്രെയിനിങ്, അത് മസ്റ്റാണ്. സോ ദാറ്റ്സ് ഹൗ യു ലേൺ. അപ്പോൾ ഈ ഒരു എന്താ പറയാ, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബാക്കി എല്ലാ വിമണിനും ഒരു മോട്ടിവേഷനാണ് മാം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുക, ഇതിന് വേറെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മീൻസ് നമ്മുടെ ആഗ്രഹം മാത്രം മതിയോ, അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഞാനും ആദ്യം തുടങ്ങിയത് ജസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരി ട്രെക്കിംഗ് ആയിരുന്നു. ട്രെക്കിംഗ് എനിവൺ ക്യാൻ ഡു, കുറച്ച് ബേസിക് ലെവൽ ഓഫ് ഫിറ്റ്നസ് മതി. ട്രെക്കിംഗ് ആർക്ക് വേണമെങ്കിലും പോയി ചെയ്യാം. ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ റൈറ്റ് ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നല്ല റിവ്യൂ ഉള്ള ഏതെങ്കിലും ടീംസ് നമ്മളെ കൊണ്ടുപോകും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ക്ലൈംബിംഗ് അതൊരു ഡിഫറെൻറ്റ് ഗെയിമാണ് ഓൾ ടുഗെദർ. സോ എലിജിബിലിറ്റി ആദ്യം ഞാനും കുറച്ച് പേടിയായിരുന്നു, എന്നെ കൊണ്ടുപോകുമെന്നൊക്കെ. സോ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഈസിയസ്റ്റ് 6000 മീറ്റർ പീക്സ് എന്ന് തുടങ്ങി. സോ ഈസിയസ്റ്റ് എന്ന് പറയുമ്പോൾ സോജോങ്കോ എന്ന് പറഞ്ഞിട്ടൊരു പീക്ക് ഉണ്ടില്ലേ, പിന്നെ KY2, പിന്നെ ഈ പറഞ്ഞ സ്റ്റോക്കാംഗ്രി. അങ്ങനെ ഈസിയസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെയാണ് സ്ലോലി നമ്മൾ അഡാപ്റ്റ് ആവും. ലൈക്ക് ഇപ്പോൾ ഞാൻ ഈ ഈസിയസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ KY1 എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് ടെക്നിക്കലാണ്. പിന്നെ ഇന്നൂൺകുൺ എന്ന് പറഞ്ഞ പീക്സ്, പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ UT കാംഗ്രി, സ്പാങ്നാക്രി, ഓൾ ദീസ് ബിക്കംസ് ലിറ്റിൽ ടെക്നിക്കൽ. സോ നമ്മൾ മെല്ലെ ചെയ്ത് പഠിച്ചു വരും. ഇനി ഐ എം നോട്ട് സെയിങ് ഒരാൾക്ക് ആദ്യം തന്നെ പോയി ടെക്നിക്കൽ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ മൗണ്ടനിയറിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർ ഹൗ ടു യൂസ് ദ ഗിയേഴ്സ്. ഇപ്പോൾ ഞങ്ങൾ ടെക്നിക്കലായിട്ടുള്ള ഒരു ക്ലൈംബിങ് ചെയ്യണമെങ്കിൽ ജുമാറിംഗ് എന്ന് പറയും അതിന്. സോ അതിൽ ഈ കാരബിനർ വെച്ചിട്ട് നമ്മൾ ആദ്യം സേഫ്റ്റി ചെയ്യണം. കാരബിനർ ഒരു ടൂളാണ്. സോ അത് റോപ്പിൽ നമ്മൾ ആദ്യം സേഫ്റ്റി ഇടണം. എന്നിട്ട് നമ്മൾ വേറൊരു കാരബിനർ ഉണ്ടാവും, അല്ലെങ്കിൽ ജുമാർ ഉണ്ടാവും, അത് നമ്മൾ അറ്റാച്ച് ചെയ്യുക. സോ ഈ സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം എപ്പോഴും റോപ്പിലുണ്ടാവണം. ബിക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. സോ അതില്ലാണ്ടിരിക്കാൻ സേഫ്റ്റി ഷുഡ് ബി ഓൾവേസ് ദെയർ. അപ്പോൾ ഞാൻ എന്താ ഒബ്സർവ് ചെയ്ത് വെച്ചാൽ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ് അവർ അവിടെ പോയിട്ട് ഇതുപോലത്തെ മിസ്റ്റേക്സ് ഉണ്ടാക്കും. ലൈക്ക് സേഫ്റ്റി ഉണ്ടാവില്ല, ഓർ ജുമാർ അറ്റാച്ച് ചെയ്യില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. സോ what I would say to everyone is start with a 6000 meter peak. If you want to get into technical mountaineering, start with an easy 6000 meter peak wherein കുറച്ച് ടെക്നിക്കൽ എക്സ്പെക്ട് ഉണ്ടാവും, കുറച്ച് അത്രയും ടെക്നിക്കൽ അല്ല, സെമി ടെക്നിക്കൽ. അങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക. വെദർ യു വാണ്ട് ടു ഡു എ റിയലി ടെക്നിക്കൽ പീക്ക്, ആദ്യം പോയി നോക്കൂ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ ടു ദ എൻവയോൺമെൻറ്റ് ഓർ യുവർ ഹോൾ പ്രോസസ്. ചിലപ്പോൾ യു വിൽ നോട്ട് ലൈക്ക് ഇറ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എൻ ഈസി ലൈഫ് ദർ. സോ പ്രത്യേകിച്ച് വുമൻ എസ്പെഷ്യലി ഇഫ് ദേ ഗെറ്റ് അറൗണ്ട് ദ പീരിയഡ്സ് ഓർ സംതിങ്, അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. സോ അത് യു ഷുഡ് ഫൈൻഡ് ഔട്ട് വെദർ യു ആർ ലൈക്കിംഗ് ഇറ്റ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് വന്നോളും ഇത് പഠിക്കാൻ, ടു ഡു മോർ ആൻഡ് മോർ നമ്പർ ഓഫ് പീക്സ്. സോ മൈ അഡ്വൈസ് ഇസ് ടു സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ട്രെക്കിംഗ്, then get into 6000 meter peaks,
then get into technical climbing, then you can gradually increase the height of peaks. Because 7,000 എന്നൊക്കെ പറഞ്ഞാൽ it's a different game altogether. It's not like normal climbing. ഒരുപാട് എക്സ്പീരിയൻസും നോളജും വേണം. So that's what my advice would be. എന്തെങ്കിലും ഒരു എന്താ പറയാ അപകടം മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് എന്നൊരു എക്സ്പീരിയൻസ്. സോ ഞങ്ങൾ KY2 എന്ന് പറഞ്ഞൊരു പീക്ക് കയറുമ്പോൾ നല്ല സ്നോ ഉണ്ടായിരുന്നു. ആ സീസണിൽ നല്ല സ്നോ ഉണ്ടായിരുന്നു. സോ നല്ല സ്നോ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറേ സ്ട്രെങ്ത്ത്, കാലിൽ നല്ല യു ഹാവ് ടു പുട്ട് ലോട്ട് ഓഫ് എഫേർട്സ്. കാരണം കാല് ലിറ്ററലി സ്നോയിൻ്റെ ഉള്ളിൽ പോയി ആ സ്നോയിൻ്റെ ഉള്ളിൽ നിന്ന് കാലെടുത്ത് പിന്നെ വേറെ കാല് വെക്കുക, സ്റ്റെപ്സ് വെക്കുക. സോ അത് ഭയങ്കര എഫേർട്ട് വേണം. ആൻഡ് നമ്മളെ ഡ്രെയിൻ ചെയ്യും നന്നായിട്ട്, നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ പോവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ കയറി. പക്ഷേ എനിക്ക് കാഫിന് നല്ല വേദന ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഇറ്റ് വാസ് ബ്ലൂ കളർ. അത്രയ്ക്കും പെയിൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ കയറിയവരും ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു സ്നോ സ്റ്റോം ഫേസ് ചെയ്യേണ്ടി വന്നു. സോ ദ വാസ് ഹെവി വിൻഡ് ഭയങ്കരമായിരുന്നു, സ്നോ സ്റ്റോം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വൈറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. വൈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് ആവും. സോ നാവിഗേഷൻ വിൽ ബിക്കം ലിറ്റിൽ ടഫ്. സോ ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് എവറിബഡി ഈസ് എക്സോസ്റ്റഡ്. അപ്പോൾ ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും റോപ്ഡ് അപ്പ് ആണ്. സോ ആ സമയത്ത് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരാൾ എന്താ പറയുക, ഹി വാസ് വെരി എക്സോസ്റ്റഡ്. സോ യു ആർ നോട്ട് സപ്പോസ് ടു സ്ലൈഡ് അൺലെസ് നമ്മളൊരു സേഫ് ബോട്ടം, ഒരു സേഫ് ക്യാമ്പ്, ഒരു ബേസ് കണ്ടിട്ട്, ആൻഡ് വെൻ യു നോ ദർ ഇസ് നോ ക്രെവസ് എന്ന് പറഞ്ഞാൽ ആ മൗണ്ടൻസ് ബിറ്റ്വീനിൽ ഒരു ഗ്യാപ്പ് വരും. സോ അതൊന്നും ഇല്ലയെന്ന് മേക്ക് ഷുവർ ചെയ്താൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം. അതർവൈസ് ഇറ്റ്സ് എ വെരി റിസ്കി തിങ് ടു സ്ലൈഡ്. സോ ഞങ്ങളുടെ മുമ്പിലുണ്ടെന്ന ഒരാൾ വാസ് വെരി മച്ച് എക്സോസ്റ്റഡ്. അപ്പോൾ പുള്ളി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പുള്ളിയുടെ പിന്നിൽ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമേ ആ ഒരു റോപ്പിൽ ആ ഒരു ടീമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വുമണായിട്ട്. സോ എനിക്കും ജെൻസിൻ്റെ സ്ട്രെങ്ത്ത്, എനിക്ക് അവരെ പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ ആ ഒരു സ്ട്രെങ്ത്. എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. സോ പുള്ളി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ ഞാൻ നോക്കി. പിന്നെ ഐസാക്സ് ഒക്കെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ നോക്കി. അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യു വിൽ സ്റ്റോപ്പ് യുവർ സെൽഫ് ഫ്രം ഫോളിങ്. ഇപ്പം നമ്മൾ സ്ലൈഡ് ആവുകയാണെങ്കിലും ഐസാക്സിനെ കുത്തി അറസ്റ്റ് ചെയ്യും. സോ ഐ ട്രൈഡ് ഓൾ ദാറ്റ്. പക്ഷേ എനിക്ക് പുള്ളിയുടെ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ഞാനും സ്ലൈഡ് ആവാൻ തുടങ്ങി. അപ്പം ഞാൻ സ്ലൈഡ് ആകുമ്പോൾ 2 പേരുടെ വെയിറ്റ്, ഒബ്വിയസ്ലി പിന്നിലത്തെ ആൾക്കും ബാലൻസ് ഇട്ടില്ല. സോ എല്ലാവരും സ്ലൈഡായി. ഞങ്ങളുടെ കാലിൽ ക്രാംപോൺസ് ഉണ്ട്. ക്രാംപോൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ പോയിന്റഡ് ആയിട്ട് ഉള്ള ഒരു ഇത്. അപ്പോൾ ക്രാംപോൺസ് ഉണ്ട്, കയ്യിൽ ഐസാക്സ് ഉണ്ട്. ആൻഡ് എല്ലാവരും റോൾ ചെയ്യാൻ തുടങ്ങി ഫ്രം ദ ടോപ്പ് ഓഫ് ദ പീക്ക്. ആൻഡ് പിന്നെ ഒരു റിഡ്ജാണ്. താഴെ പോയി കഴിഞ്ഞാൽ മേ ബി യു വിൽ നോട്ട് ഈവൻ ഫൈൻഡ് ബോഡി. അത്രയ്ക്കും റിസ്ക്കിയാണ്. ഓർ മരണം ഉറപ്പാണ്. ഇഫ് യു ഫോൾ ഡെഫിനറ്റ്ലി യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോൾ ചെയ്ത് ഒരു ക്രെവസിലേക്ക് വീണു. സോ എല്ലാവരും ബ്ലാക്ക് ഔട്ടായി.